ിലടച്ച കേന്ദ്ര സർക്കാരിന്റെയും ഇഡിയുടെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകം ദേശവ്യാപകമായി ഇന്ന് ഈ ഉപവാസ സമരം നടന്നു വരുന്നത്. അതിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം രാവിലെ 11 മണി മുതൽ 5 മണി വരെ നിശ്ചയിക്കപ്പെട്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല ഇവിടെ കൃതജ്ഞത പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളവും അതുപോലെ ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളവുമെല്ലാം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ആരെങ്കിലും ഒരു പ്രതിപക്ഷ രംഗത്തുള്ള ആരെങ്കിലും ഭയപ്പെടുത്തുന്നെങ്കിൽ അത് കേജ്രിവാളിനെ മാത്രമാണെന്ന് നമുക്കറിയാം. ബിജെപിയുടെ സ്വപ്നങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് വർഗീയതയിൽ അടിസ്ഥാനമായ ഒരു രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള ബിജെപിയുടെ നീക്കത്തെ തടയിടുവാൻ വേണ്ടി ആം ആദ്മിയുടെ ഉത്സാഹിച്ചുകൊണ്ട് രൂപപ്പെടുത്ത ഇന്ത്യ മുന്നണി ഇന്ന് അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത സർക്കാർ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തില് കടന്നു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയുടെ മുന്നോട്ട് നീങ്ങുകയാണ് നമ്മളിപ്പോൾ. അതിന്റെ വിഭ്രാന്തിയെല്ലാം ബിജെപി കേന്ദ്രങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു അവസരത്തില് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മള് കേരളത്തില് ആം ആദ്മി പാർട്ടി മത്സര രംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യയിൽ 22 പാർലമെന്റ് മണ്ഡലങ്ങളെയാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. മറ്റെല്ലാ കക്ഷികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് ബിജെപി ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തി വരുന്നത്. അതിനുള്ള എല്ലാ പിന്തുണയും നൽകുന്നതിനും അതുപോലെ അധാർമികമായിട്ടുള്ള ബിജെപിയുടെ കൊള്ളത്തരങ്ങളെല്ലാം തുറന്നു കാട്ടുന്നതിനും വേണ്ടിയാണ് ഇന്നൊരു ഉപവാസ സമരം ദേശവ്യാപകമായി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ഇന്ത്യയുടെ വെളിയിലുള്ള ഇന്ത്യക്കാരെല്ലാം തന്നെ ഇന്ന് ഈ ഉപവാസ സമരങ്ങളില് വിവിധ ഭാഗങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. അത്തരമൊരു നീക്കം കേജ്രിവാളിന് അനുകൂലമായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങുന്ന അവസരത്തില് ഇവിടെ ഒത്തുചേർന്ന ഈ ഉപവാസത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്ന എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്നത്തെ ഉപവാസം. കേവലം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ദേശീയ നേതൃത്വം ഇങ്ങനെ 7-ാം തീയതി രാവിലെ 11 മുതൽ 5 മണി വരെ ഒരു ഉപവാസം നടത്തണം, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉപവാസം നടത്തണം എന്ന ഒരു ആഹ്വാനം നമുക്ക് ലഭ്യമാക്കിയത്. അതിനെ തുടർന്ന് കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങളുടെ ഒരു കമ്മിറ്റി ഗൂഗിൾ മീറ്റിംഗ് ചേരുകയും ആ ഗൂഗിൾ മീറ്റിംഗിൽ വെച്ച് ഇത് എവിടെ വെച്ച് നടത്തണം എന്നുള്ളതിനെ പറ്റി ആലോചനകൾ നടന്നപ്പോൾ കോട്ടയം മണ്ഡലക്കാര് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യമാണുള്ളത്. ആ കോട്ടയം മണ്ഡലത്തിന് ആദ്യമായി തന്നെ എന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് ഈ പരിപാടിയുടെ മുന്നോട്ട് പോകുന്നതിന് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും നിന്നും 5ഓളം ആളുകള് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് ഈ സദസ്സിൽ ഉണ്ടാകണമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ ഈ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേക കൃതജ്ഞതയാണ് ഓർക്കുന്നു. അതുപോലെ ഈ പരിപാടികളില് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കടന്നു വന്ന എല്ലാ നേതാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങളെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടും രംഗത്ത് കടന്നു വന്നവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഈ പരിപാടി തുടർന്നും നമ്മുടെ പഞ്ചായത്തുകളിലേക്കും മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.